നമസ്കാരം. ഇപ്പോൾ പയ്യന്നൂരുള്ള ശ്രീനാരായണ വിദ്യാലയം എന്ന സ്ഥലത്താണ് ഉള്ളത്. 1934 ഗാന്ധിജി ഇവിടെ ഒരു മാവ് നട്ടിരുന്നു. അതിന് ഗാന്ധി നട്ട മാവ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കാണുന്നില്ലേ, ഈ മാവിൻ്റെ ചുവട്ടിലാണുള്ളത്. ഞാൻ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ ട്രഷറോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കാരണം എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ? എൻ്റെ പേര് കൃഷ്ണൻ. ഞാൻ സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റിൻ്റെ ട്രഷററാണ്. സെക്രട്ടറി ദാമോദരനാണ്. പ്രസിഡന്റ് വസിമിത്രൻ, എഞ്ചിനീയർ, തലശ്ശേരി. ട്രസ്റ്റാണ് ഈ ആശ്രമം ശ്രീനാരായണ വിദ്യാലയം നടത്തിക്കൊണ്ട് പോകുന്നത്. 11 പേര് ഭരണസമിതിയിലുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ഞങ്ങൾ ചെയ്യുന്നത് ഗാന്ധിജിയുടെ ജന്മദിനം, ഗാന്ധിയുടെ സ്വാതന്ത്ര്യദിനങ്ങളും ദിനവും, ജനുവരി 30 മഹാത്മാജിയുടെ രക്തസാക്ഷി ദിനം അതും ആചരിക്കുന്നുണ്ട്. കൂടാതെ സ്വാമി ആനന്ദതീർത്ഥൻ്റെ ജന്മദിനം, അദ്ദേഹത്തിൻ്റെ സമാധി ദിനം എന്നിവ സമുചിതമായി ആചരിക്കാറുണ്ട്. മുമ്പ് തന്നെ ഞങ്ങൾ പണ്ട് മുതലേ നമ്മുടെ സ്കൂളിൽ കുട്ടികളോട് താമസിക്കുമ്പോഴേ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒടുവിലത്തെ ആത്മീയ ശിഷ്യനാണ് സ്വാമി ആനന്ദതീർത്ഥൻ. അദ്ദേഹത്തിൻ്റെ ആത്മീയ ശിഷ്യനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പാത സാമൂഹിക പരിഷ്കരണത്തിൻ്റെ കൂടിയായിരുന്നു. ഏറ്റവും സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന പാവങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക, അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ താമസിക്കാനും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി അവരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഉദ്ദേശമായിരുന്നു അദ്ദേഹം. ശരിക്കും നാരായണ ഗുരുവിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ അയിത്വശാടനം, ജാതി ചിന്തയില്ലാതിരിക്കുക, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അതുപോലുള്ളൊരു മാതൃകാസ്ഥാനമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ ഇവിടെ എല്ലാ ജാതിയിലും പെട്ട എല്ലാ തരത്തിലുള്ള കുട്ടികൾ, പാവപ്പെട്ട കുട്ടികൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നായാടി മുതൽ നസ്രാണി വരെയുള്ള എല്ലാ കുട്ടികളും ഇവിടെ പഠിച്ചിട്ടുണ്ട്. ക്രിസ്ത്യനുണ്ടായിരുന്നു, ഈ നായാടി കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ പഠിച്ചുകൊണ്ട് നല്ല നിലയിലെത്തിയ ഉണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കും അവർക്ക് താങ്ങുന്നതലമായി നിൽക്കുന്ന ഒരു വൻ മരമായിരുന്നു സ്വാമി ആനന്ദതീർത്ഥൻ. 87 അദ്ദേഹം സമാധിയായി. അദ്ദേഹത്തിൻ്റെ സമാധി വർഷവും ഞങ്ങൾ സംയുക്തമായി. ഇപ്പോൾ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇവിടെ? ഇപ്പോൾ ഇവിടെ 32 പേരുണ്ട്. സംസ്ഥാനത്തിൽ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികളുണ്ടോ? ഉണ്ട്. ഇവിടെ സംസ്ഥാനത്തിൽ വന്നല്ല, ഇവിടെ മിക്കവാറും കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ. കാരണം അതും തീരപ്രദേശത്തല്ല, മലമ്പ്രദേശത്തുള്ള കുട്ടികൾ, യാത്രാ സൗകര്യം കുറഞ്ഞ, സ്കൂൾ സൗകര്യം കുറഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിലെ കുട്ടികൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. രക്ഷിതാക്കൾ മരിച്ചുപോയ കുട്ടികളും അനാഥരായ കുട്ടികൾ ഏറ്റവും അവിടെ വീട്ടുകളിൽ സംരക്ഷണം കിട്ടാത്ത കുട്ടികളാണ്, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുട്ടികൾ നോക്കാനാളില്ലാത്ത. നിങ്ങൾ ആ കുട്ടികളെ എങ്ങനെ കണ്ടെത്തുന്നത്? അവരിങ്ങോട്ട് അന്വേഷിച്ച് വരുന്നതാണോ അല്ല നിങ്ങൾ അവിടെ കണ്ടെത്തുന്നത്? ഞങ്ങള് മെയ് മാസത്തിൽ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മെയ് മാസത്തിൽ എല്ലാ പത്രത്തിലും കൊടുക്കോ? അല്ല, ലോക്കൽ പത്രത്തിലെല്ലാം കൊടുക്കുന്നുണ്ട്. ലോക്കൽ പത്രങ്ങളിലെല്ലാം കൊടുക്കും. കാസർഗോഡ് മുതലുള്ള എല്ലാ പത്രത്തിലും കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ അവർക്ക് മനസ്സിലാൻ പറ്റുള്ളൂ. ഇവിടെ അവർക്ക് ഭക്ഷണം, വസ്ത്രം, യൂണിഫോം, പഠനോപകരണങ്ങൾ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ സാധനവും ഫ്രീ ആയിട്ട്, എല്ലാം ഫ്രീ ആണ്. ആ കുട്ടികൾ സ്കൂളിൽ ഇത് അടുത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്, അല്ല കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ? കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴില്ല. ഇവിടെ ഹൈസ്കൂൾ വരെ മാത്രമാണ്. 5ാം ക്ലാസ് മുതൽ ഇവിടെ ഹോസ്റ്റലിൽ താമസിപ്പിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ, 10ാം ക്ലാസ് വരെ മാത്രമേ ഇവിടെ ഇപ്പൊ സൗകര്യമുള്ളൂ, പഠിക്കുന്ന കുട്ടികൾക്ക് ഉള്ളൂ. അങ്ങനെയാണ് മുമ്പ് നടത്തിക്കൊണ്ട് വന്നത്. പക്ഷേ ഇവിടുത്തെ കുട്ടികൾ, ചില കുട്ടികളൊക്കെ ഇവിടുന്ന് കോളേജിൽ പോയിട്ടുണ്ട് മുമ്പ്. കാരണം അതിന് 1965 ഞാൻ തന്നെ കോളേജിൽ ഇവിടുന്ന് പോയിട്ട് പഠിച്ചിട്ടുണ്ട്. സ്വാമിയുടെ അനുവാദം വാങ്ങിയിട്ട്. നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്? ഞാൻ പഠിച്ചാണ്. ഞാൻ ആദ്യം 64 ഇവിടുന്ന് പാസ്സായി. 65 കോളേജ് വന്നപ്പോൾ ഇവിടെ കോളേജ് ചേർന്നു. ഇവിടുന്ന് പോയിട്ട് ചേർന്നത്. ഇവരെ പോയി പഠിക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നു, സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ താമസിച്ച് പഠിക്കുകയായിരുന്നു. എൻ്റെ പഠനയിലാണ് ഞാൻ. ഇവിടെ ഈ സ്വാമി ആനന്ദതീർത്ഥ ഹോസ്റ്റൽ കൊണ്ട് മാത്രം പഠിക്കാനും നല്ലൊരു ഉദ്യോഗം. ഞാൻ ബാങ്കിലെ സീനിയർ മാനേജർ, സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ സീനിയർ മാനേജർ റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ ഏറ്റവും നല്ല നിലയിൽ എത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം DGM, ടെലിഫോമിൻ്റെ DGM ആയിട്ട് നിൽക്കുന്ന ഗോവിന്ദേട്ടൻ, ഇരിട്ടിക്കാരൻ. പിന്നെ മൈസൂരിലുള്ള ഒരു റെയിൽവേയിൽ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരായിരുന്ന ഒരു അദ്ദേഹത്തിൻ്റെയൊക്കെ ഞങ്ങൾ അടുത്ത് തന്നെ പോയി കാണാൻ പോകുന്നുണ്ട്. അവരാണ് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ. ഇപ്പോഴും ആശ്രമത്തെ സ്നേഹിക്കുന്ന, ആശ്രമത്തിൽ ഒരുപാട് സംഭാവനകൾ തരുന്ന ആൾക്കാരാണ് അവരൊക്കെ ഞങ്ങൾ ഇവിടെ വിളിച്ചു നിർത്തി ആദരിക്കാറുണ്ട്.
ഇപ്പൊ ഇതിന്റെ നടത്തിപ്പ് സാമ്പത്തികം ഒക്കെ എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടന്നു പോകുന്നത് പൊതുജനങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ്. പൊതുജനങ്ങളുടെ സംഭാവന, അന്നദാനവും സംഭാവനയും. ഈ അന്നദാനം എല്ലാ ദിവസവും പിന്നെ മിക്കവാറും ദിവസം കുട്ടികൾക്കുള്ളതാണോ അല്ല പൊതുജനങ്ങൾക്ക്? കുട്ടികൾക്ക് വേണ്ടിയാണ്, കുട്ടികൾക്ക് വേണ്ടി മാത്രം. പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു ദിവസത്തെ അന്നദാനം അതൊരു പുണ്യകർമ്മമായിട്ട് കരുതുന്ന ആൾക്കാരുണ്ട്. മാത്രമല്ല അവരുടെ ഒരാൾക്കാരുടെ വീട്ടിലെ അവരുടെ അച്ഛനും അമ്മയും അവരും മരിച്ച അവരുടെ ഓർമ്മ ദിവസം ഇവിടെ വന്നിട്ട് അവർക്ക് കൊടുക്കാം. അപ്പോൾ കുട്ടികളുടെ ജന്മദിനത്തിന് കൊടുക്കാം. കുട്ടികളുടെ ജന്മദിനത്തിന് ഇവിടെ വന്നിട്ട് ആഘോഷിക്കുന്നവരുണ്ടാവും. കേക്ക് മുറിക്കുന്നതും ഭക്ഷണം കുട്ടികളെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. അതൊക്കെ അങ്ങനെയുള്ള, കാരണം ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഇതാണ് ഗാന്ധി മാവ്. ഗാന്ധി നട്ട മാവാണ്. 1934 നിറയെ പൂത്തിട്ടുണ്ട്. सबको सन्मति दे भगवान ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवान रघुपति राघव राजा राम पतित पावन सीताराम 1957 അദ്ദേഹം